ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ? കയ്യോടെങ്ങ് ചെയ്താൽ ആ സസ്പെൻഷൻ നിലനിൽക്കും. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആർക്കറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ? പ്രതിപക്ഷം അത് ചോദിക്കുന്നതിന് അല്ല, പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും. പക്ഷേ ഒരു പ്രാഥമികമായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യാതെ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ശരിയാണോ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വെള്ളക്കടലാസിൽ അങ്ങ് എഴുതി കൊടുക്കലാണോ? വിശദീകരണം ചോദിക്കുക, മറ്റ് നടപടികളൊക്കെ ഇല്ലേ? അല്ല, അതാണ് ശ്രമം. അതിനാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂടി ശ്രമിക്കുന്നത്. അതാണ് ഒരു സോപ്പ് കുമിള കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ സർക്കാർ കുത്തിപ്പൊട്ടിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് വാർത്തയുടെ അല്ല. അതിന് മുകളിൽ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയല്ലോ. വ്യക്തമാക്കിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താ? അല്ല, അത് ഞാൻ നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷം എന്താ ആരോപിക്കുന്നത്? സർക്കാർ ഈ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ബഹുമാന്യയായ കെ രമ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കാണുകയുണ്ടായി. ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതുകൊണ്ട് ഇവരെ പരിഗണിക്കാനാവില്ല. ഇത് തന്നെയല്ലേ ഞങ്ങളും തുടക്കം മുതൽ പറയുന്നത്. അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, അങ്ങനെ മനസ്സിലാവാത്ത ഉദ്യോഗസ്ഥരാണ് ആയതുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നത്. അതെ, അല്ല, അതിൻ്റെ നടപടിക്രമം നോക്കൂ വിശദീകരണം അവരോട് ചോദിച്ചു. വിശദീകരണം നിങ്ങൾ ചില കാര്യങ്ങൾ കാണുകയും ചിലത് കാണാതിരിക്കുകയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചല്ലോ. വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് സർക്കാർ നടപടി എടുത്തിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ പ്രശ്നം എന്താ? ആദ്യത്തെ വാർത്ത എന്തായിരുന്നു? ഇവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നീക്കം നടക്കുന്നു എന്നതാണ്. സർക്കാരിന് അതിൽ ഒന്നും മറച്ചു വെക്കാനില്ലാത്തത് കൊണ്ടാണ് വിത്തിൻ അവേഴ്സ്, എനിക്കൊന്ന് ഒറ്റ മണിക്കൂറിനുള്ളിൽ നിയമമന്ത്രി ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു. സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കും മനസ്സിലാവാത്തതല്ല. സർക്കാർ ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായ ഒരു നടപടിയും സ്വീകരിക്കുകയേയില്ല എന്ന് തറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞു ജയിൽ മേധാവി പത്രക്കുറിപ്പിറക്കി. കാര്യം വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഒരു കാര്യം വ്യക്തമായാലും വ്യക്തമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിലപാടെടുത്താൽ എങ്ങനെ? അല്ല, അത് നടപടി വേറെ വരുന്നേ. അത് പരിശോധനയും അന്വേഷണവും നടപടിയും വരും. ഇപ്പൊ വന്നില്ലേ 3 പേർക്കെതിരെ വന്നില്ലേ? നിങ്ങൾ അല്പം ക്ഷമയോടെ കാത്തിരിക്കൂ. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തെറ്റായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും സർക്കാർ ടോളറേറ്റ് ചെയ്യില്ല. അതെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? നിയമത്തിലെ വ്യവസ്ഥ എങ്ങനെ സർക്കാരിന് മറികടക്കാൻ പറ്റുക? തെറ്റായ കാര്യങ്ങളാണ്. അദ്ദേഹം തെറ്റായ പ്രചരണം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് പല തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സബ്മിഷനിലെ ആവശ്യം എന്തായിരുന്നു? ഒരു കാരണവശാലും ഇവർക്ക് ഇളവ് കൊടുക്കാൻ പാടില്ല. ഇളവ് കൊടുക്കില്ല എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. വീണ്ടും സബ്മിഷനിൽ ഉന്നയിക്കുകയാണ്. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ. ഇതിൽ എണ്ണത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. എണ്ണത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. 3, 4, 5 എന്നുള്ളതല്ല പ്രശ്നം. സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിച്ച് നിയമസഭയിൽ തുടർച്ചയായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. നിയമസഭയിൽ ഉന്നയിച്ച് മറുപടി പറഞ്ഞാലും അത് അംഗീകരിക്കാതെ ആരോപണം തുടരുന്നു. അത് തുറന്നുകൊണ്ടിരിക്കും.